മാർക്കറ്റ് അനാലിസിസ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം നമ്മൾ എങ്ങനെയാണ് ട്രേഡ് പഞ്ച് ചെയ്തത്, ഇന്ന് എന്തൊക്കെയാണ് മാർക്കറ്റിൽ നടന്നത് എന്നാണ് നമ്മൾ ഈ പോസ്റ്റ് മാർക്കറ്റ് വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് പ്രീ മാർക്കറ്റ് വീഡിയോ വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിന് മുന്നേ നമ്മൾ ലെവൽസുകൾ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അവിടെ നമ്മൾ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ടെലിഗ്രാം ചാനലിൽ നമ്മൾ പ്രീ മാർക്കറ്റ് റിവ്യൂ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലെവൽസ് നിങ്ങൾക്ക് മൈൻഡിൽ കീപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് നടന്നൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇന്ന് 2-3 ടൈംസ് നമുക്ക് ട്രെൻഡ് ലൈനിൽ ഇത് ഇന്നലെ ദിവസം നോക്കി കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു ഹൈലി സൈഡ് വേസ് ഡേ ആയിരുന്നു. ഹൈലി സൈഡ് വേസ് ഡേയുടെ കൂടെ ഇന്നത്തെ ദിവസം ഓപ്പൺ ആയത് തന്നെ ഈ ഒരു ഫോമായ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോൾ റീറ്റെയിലേഴ്സ് മെൻറ്റാലിറ്റി എന്താണ്? മോസ്റ്റ്ലി അവരിവിടെ ഒരു ബൈ നടത്തുന്ന ആൾക്കാരുണ്ട് അല്ലേ, ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുമ്പോൾ. അതേപോലെ ഈ ഒരു ഏരിയ നല്ലൊരു മൂവോട് കൂടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയാൻ പറ്റും നമുക്ക്. ആ ഒരു ഏരിയയിൽ മാർക്കറ്റ് മൂവ് ചെയ്തത് കൊണ്ട് തന്നെ പിന്നെയും ആൾക്കാർ ലോങ് പോയ ഒരാൾക്കാരുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും എസ് എൽ വരുന്നത് എവിടെയാണ്? ഏകദേശം ഇവരുടെ എല്ലാവരുടെയും എസ് എൽ വരുന്നത് ഈ ഒരു ഭാഗത്താണ് അല്ലേ. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇവരുടെ എല്ലാവരുടെയും എസ് എൽ വരുന്ന ഏതൊരു ഭാഗത്താണ്? ഇവരുടെ എല്ലാവരുടെയും എസ് എൽ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ ഇന്ന് സംഭവിച്ചത് അവരുടെ എല്ലാവരുടെയും എസ് എൽ ഹിറ്റായി. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി മാർക്കറ്റ് ഇന്ന് എന്തായിരിക്കും. മാർക്കറ്റ് ഇന്ന് ഹൈലി ബെയറിഷ് ആവാനുള്ള ഹൈ പ്രോബിലിറ്റി ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ബെയറിഷ് ട്രെൻഡിലോട്ട് നമ്മൾ എൻ്റർ ചെയ്യണമെങ്കിൽ നമുക്കൊരു ഡിസ്കൗണ്ട് ഏരിയ കിട്ടണം. നമ്മൾ ഒരിക്കലും പോയിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് പോയിട്ട് നമുക്ക് ബെയറിഷ് ആയി, കാരണം നമുക്കിന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് ബെയറിഷ് ആണ്. നമ്മളൊരു ഫ്യൂച്ചർ ട്രേഡർ ആണെങ്കിൽ നമുക്ക് പിന്നെയും പറയാം, കാരണം ഫ്യൂച്ചേഴ്സ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും, നമുക്ക് കുറേ നേരം ഹോൾഡ് ചെയ്യാൻ പറ്റും, നമുക്ക് ഡീക്കേ സംഭവിക്കാനില്ല, പ്രീമിയം സീറോയിലോട്ട് മൂവ് ചെയ്യുന്നത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷേ നമ്മളൊരു ഓപ്ഷൻസ് ട്രേഡർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു എക്സാക്റ്റ് ഒരു നല്ലൊരു പോയിൻ്റ് നമുക്ക് വേണം. എന്തിന്? നമ്മൾ എൻ്റർ ആവാൻ വേണ്ടി ഒരു പോയിൻ്റ് നമുക്ക് വേണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ നമ്മുടെ പ്രീമിയം ഡിസ്കൗണ്ട് ഏരിയ നമ്മൾ മാർക്ക് ചെയ്തു. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണ്? ഒരു പ്രീമിയം ഏരിയയിലാണ്. മാർക്കറ്റ് അപ്പോൾ എങ്ങോട്ട് വരണം? ഒരു ഡിസ്കൗണ്ട് ഏരിയയിലോട്ട് വരണം. അപ്പോൾ മാർക്കറ്റ് ഇന്ന് വന്നോ ഡിസ്കൗണ്ട് ഏരിയയിലോട്ട്? യെസ്, മാർക്കറ്റ് ഇവിടെ ഒരു ഡിസ്കൗണ്ട് ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നു. ഡിസ്കൗണ്ട് ഏരിയയിൽ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഈ ഒരു ഏരിയയിൽ സ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് മാപ്പ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് സ്ട്രക്ചർ, ഇവിടുന്ന് മാർക്കറ്റ് ഇവിടെ വന്നു, ഇവിടുന്ന് മാർക്കറ്റ് ഇവിടെ വന്നു അല്ലേ. ഇനി എന്താണ് നമുക്ക് വേണ്ടത്? മാർക്കറ്റ് നമ്മൾ ഒരു സ്ലോ ആയിട്ട് സ്റ്റഡി ആയിട്ട് മാർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾ വേണമെങ്കിൽ ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഇവിടെ വന്നിട്ട് ഇതൊരു ഈക്വൽ ഇൻഡ്യൂസ്മെൻ്റ് എടുത്തിട്ടാണ് മാർക്കറ്റ് ഇങ്ങോട്ട് ബ്രേക്ക് തന്നത്. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാം? അയാൾക്കൊരു ഷോർട്ട് എൻട്രിയിലോട്ട് പോകാൻ വേണ്ടി അയാൾക്ക് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസിങ് കിട്ടുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ബെയറിഷ് ക്ലോസിങ് കിട്ടിയത് ഈ ഒരു ക്യാൻഡിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയുള്ള ഒരാൾക്ക് കറക്റ്റ് ഈ ഒരു ക്യാൻഡിൽ ക്ലോസിങ് കിട്ടിയതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാൻഡിലും എന്നിട്ട് ഇത് ബ്രേക്ക് ചെയ്ത് ഫോമായിട്ട് വന്നത് ഇവിടെ ഒരു ഭാഗത്തായതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ഈ ഒരു ഭാഗമോ അല്ലെങ്കിൽ ഈ ഒരു ഹൈ തന്നെ അയാൾക്ക് സ്റ്റോപ്പ് ലോസ് വെച്ച് ഒരു 1:2 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 600 പോയിൻറ്റ്സ് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് ടാർഗറ്റ് ഹിറ്റായി. പക്ഷേ നമ്മുടെ പ്രശ്നം എന്താണ്? 299 പോയിൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസിൽ വെക്കാൻ പറ്റുന്ന ഒരു ഐഡിയൽ സ്റ്റോപ്പ് ലോസ് ആണോ? ഒരിക്കലും അല്ല. കാരണം അതൊരു ഹൈ സ്റ്റോപ്പ് ലോസ് ആണ്. അപ്പോൾ നമുക്ക് ഹൈ സ്റ്റോപ്പ് ലോസ് നമുക്ക് വെക്കാൻ പറ്റത്തില്ല. അഥവാ നമ്മൾ ഹൈ സ്റ്റോപ്പ് ലോസ് വെക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പ്രീമിയം എന്ന് പറയുന്നത് നമ്മൾ ഔട്ട് ഓഫ് ദ മണി പ്രീമിയംസിന് നമ്മൾ എടുക്കാൻ നോക്കും അല്ലേ. പക്ഷേ ഔട്ട് ഓഫ് ദ മണി പ്രീമിയംസ് എടുത്തുള്ള പ്രശ്നം എന്താണ്? ഇപ്പോൾ മാർക്കറ്റ് സൈഡ് വേസ് അടിച്ചു കഴിഞ്ഞാൽ മാക്സിമം ആ പ്രീമിയം ഡീക്കേ ആയി പോകും. അപ്പോൾ നമ്മൾ മാർക്കറ്റ് മൂവ് തന്നില്ലെങ്കിൽ നമ്മൾ ലോസിലാവും. മാർക്കറ്റ് നമ്മുടെ എഗൻസ്റ്റ് മൂവ് തന്നാലും നമ്മൾ ലോസിലാവും. മാർക്കറ്റ് നമ്മുടെ ബയാസിൽ മാർക്കറ്റ് മൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ. അതൊരു പ്രോബിലിറ്റി വെച്ച് നോക്കുമ്പോൾ 3 പ്രോബിലിറ്റി എടുക്കുമ്പോൾ അതിൽ 2 ചാൻസസ് നമുക്ക് എഗൻസ്റ്റ് ആണ്. ഓൺലി 1 ചാൻസേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു ഐഡിയൽ എൻട്രി നമുക്ക് എവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ കറക്റ്റായിട്ട് നോക്കണം. അപ്പോൾ നമ്മൾ എക്സാക്ട്ലി നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്കൊരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയത് ഈ ഒരു ഏരിയയിലാണ്. അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് നെക്സ്റ്റ് ഒരു പ്രീമിയം ഡിസ്കൗണ്ട് നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് മാർക്കറ്റ് എവിടെയാണോ കിട്ടുന്നത്? മാർക്കറ്റ് നമുക്ക് എക്സാക്ട്ലി ഇവിടെ ഒരു പ്രീമിയം ഏരിയയിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്തോ? ഏകദേശം ടാപ്പ് ആയില്ല. പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമ്മൾ ക്യാൻഡിൽ നോക്കുന്ന സമയത്ത്, ഞാൻ വലിയതായിട്ട് ക്യാൻഡിൽസ് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല, നമുക്കിവിടെ നോക്കുന്ന സമയത്ത് തന്നെ നമുക്കൊരു ഇൻവേർട്ടഡ് ഹാമർ ക്യാൻഡിൽ കാണാൻ പറ്റും. അപ്പോൾ ഹാമർ ക്യാൻഡിലിൽ
മൂവ്മെൻ്റ് ഉണ്ട്. ഇല്ലെങ്കിൽ ഒരു വലിയ ടൈം ഫ്രെയിമിലൂടെ നമ്മൾ മാറിക്കഴിയുമ്പോഴത്തേന് നമ്മൾ ഇവിടെ ഒരു ഡോജി ക്യാൻഡിൽ നമുക്ക് കാണാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ ഡോജി ക്യാൻഡിലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡോജി ക്യാൻഡിൽസിൻ്റെ ഹൈയോ ലോയോ ആണോ ബ്രേക്ക് ചെയ്യുന്നത് ആ ഒരു ഏരിയയിലോട്ടായിരിക്കും നമുക്ക് ട്രേഡ് വരുന്നത് എന്ന് പറഞ്ഞാൽ ആ ഒരു ഏരിയയിലോട്ടായിരിക്കും നമ്മൾ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും പോയിട്ട് ഈ 1 മിനിറ്റ് 3 മിനിറ്റിൽ പോയിട്ട് നിങ്ങൾ ക്യാൻഡിൽസിനെ റീഡ് ചെയ്യാൻ ശ്രമിക്കരുത്. ക്യാൻഡിൽസിൻ്റെ സ്ട്രോങ്നെസ്സും വീക്ക്നെസ്സും നോക്കാൻ നിങ്ങൾ പോകരുത്. നിങ്ങൾ എപ്പോഴും ഒരു ഹയർ ടൈം ഫ്രെയിമിലോട്ട് പോയിട്ട് നിങ്ങൾ ക്യാൻഡിൽസിൻ്റെ സ്ട്രോങ് ആണോ ക്യാൻഡിൽസ് വീക്ക് ആണോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ നമുക്ക് നമ്മുടെ ഏകദേശം ട്രേഡ് വന്നൊരു ഏരിയ ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ട്രേഡ് വന്നൊരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടെ നിന്നൊരു ഷിഫ്റ്റ് തന്നു. തിരിച്ച് ഈ ഒരു ക്യാൻഡിലും നമുക്കൊരു ഇൻവെർട്ടർ ഹാമറും കൂടി കാണിച്ചത് കൊണ്ട് ഈ ഒരു ക്യാൻഡിലിൻ്റെ താഴെ തന്നെയാണ് നമ്മൾ എൻട്രി എടുത്തത്. ഇല്ലെങ്കിൽ ഞാൻ സാധാരണ ചെയ്തത് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് മാർക്കറ്റ് ടാപ്പ് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ ഒരു എൻട്രി പ്ലേസ് ചെയ്തായിരുന്നു. എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതായിരുന്നു ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പായിട്ട് ഫോം ചെയ്ത് നമ്മുടെ മാർക്കറ്റിൻ്റെ വ്യൂ ബെയറിഷ് ആയതുകൊണ്ട് ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ താഴെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത സമയത്ത് നമ്മൾ ഈ ഒരു ഏരിയയിൽ സ്റ്റോപ്പ് ലോസ് അല്ല, ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ മുകളിൽ തന്നെ നമ്മൾ നല്ലൊരു വലിയ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് തന്നെയാണ് ഇന്നൊരു 1:2 ടാർഗറ്റിൽ നമ്മൾ ഇന്ന് ഏകദേശം പ്ലേസ് ചെയ്ത് നമുക്കത് ഈസിലി ആയിട്ട് ഹിറ്റ് ചെയ്തു. ഞാനപ്പോൾ കുറച്ച് ഈ എക്സ്പയറിയുടെ പ്രീമിയം അല്ല ഞാൻ ഇന്ന് നോക്കിയത്, നെക്സ്റ്റ് എക്സ്പയറിയുടെ പ്രീമിയമാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു വലിയ സ്റ്റോപ്പ് ലോസുകൾ വരികയാണെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് എക്സ്പയറി നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഒരിക്കലും ഇന്നത്തെ ദിവസം എക്സ്പയറി ഉണ്ടെങ്കിൽ ഇന്നത്തെ പ്രീമിയത്തിൽ എടുത്ത് നിങ്ങൾ ട്രേഡ് പ്ലേസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ നെക്സ്റ്റ് എക്സ്പയറി ആയിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ലോഡ് സൈസുകൾ കുറച്ചേ എടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് ട്രേഡുകൾ പഞ്ച് ചെയ്യാൻ പറ്റും. അതേപോലെ ഡെൽറ്റ വാല്യൂ എപ്പോഴും നോക്കി വേണം പ്രീമിയംസ് സെലക്ട് ചെയ്യുക. അതേപോലെ നമ്മൾ നിഫ്റ്റിയിൽ നമുക്ക് കിട്ടിയൊരു ഏകദേശം ഒരു ട്രേഡ് ഈ ഒരു ഏരിയയിൽ തന്നെയാണ്. അതും ഞാൻ നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. വളരെ ഈസി ആയിട്ടുള്ളൊരു ട്രേഡായിരുന്നു. നിഫ്റ്റിയിൽ നമുക്ക് കറക്റ്റായിട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ട്രെൻഡ് ലൈൻ കാണാൻ പറ്റും. ഞാനത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഏതാണ് ആ ട്രെൻഡ് ലൈൻ അല്ലേ? ഇതൊരു ട്രെൻഡ് ലൈൻ അല്ലേ? അപ്പോൾ അതേപോലെ ഇന്നും മാർക്കറ്റ് ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു. ഇവിടെ വന്ന് സഡൻ നല്ല രീതിയിൽ ആ ട്രെൻഡ് ലൈൻ പിന്നെയും ബ്രേക്ക് ചെയ്തു. പക്ഷേ ഞാൻ എപ്പോഴാണ് മാർക്കറ്റ് ബെയറിഷ് ആയത്? കാരണം ഈ ഒരു ഏരിയ മാർക്കറ്റ് ടേക്ക് ചെയ്തപ്പോൾ തൊട്ട് തന്നെ എൻ്റെ വ്യൂ ബെയറിഷാണ്. എനിക്ക് ഇവിടെ തന്നെ ഒരു PE ട്രേഡ് പ്ലേസ് ചെയ്യാം. പക്ഷേ അത് ഞാൻ നേരത്തെ പറഞ്ഞത് കണക്ക് തന്നെ ഒരിക്കലും ഞാൻ ആ ഒരു ഏരിയയിൽ പോയിട്ട് ഞാൻ പ്ലേസ് ചെയ്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു പ്രീമിയം ഏരിയയിൽ നിന്ന് ഞാൻ ഒരു പുഷ് സൈഡിലോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എപ്പോഴും എന്താണ് ഒരു ഡിസ്കൗണ്ട് ഏരിയ മാർക്കറ്റ് വരുമ്പോൾ മാത്രം പ്ലേസ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതേപോലെ മാർക്കറ്റ് ഈ ഒരു ഏരിയയുടെ പ്രീമിയം ഡിസ്കൗണ്ട് നമ്മൾ മാർക്ക് ചെയ്തപ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു ഏരിയയിൽ തന്നെ നമുക്ക് ട്രേഡ് പഞ്ച് ചെയ്യാൻ പറ്റി. ഈ ഒരു ഏരിയയിൽ എന്തുകൊണ്ട് ട്രേഡ് പഞ്ച് ചെയ്തില്ല, വേറെ ഏരിയയിൽ എന്തുകൊണ്ട് ട്രേഡ് പഞ്ച് ചെയ്തില്ല എന്നൊക്കെ ഞാൻ പറയാം. ഈ ഒരു ഏരിയയിൽ നമ്മൾ ട്രേഡ് പഞ്ച് ചെയ്തു. അങ്ങനെ നമുക്ക് കിട്ടിയത് ഏകദേശം ഇവിടെ നിന്ന് ഇവിടം വരെയുള്ളൊരു സ്റ്റോപ്പ് ലോസ് ആണ്. ഏകദേശം ഒരു 55 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഈ ഒരു സ്വിങ്ങിൻ്റെ താഴെയായിരുന്നു നമ്മൾ മാർക്ക് ചെയ്തത്. പിന്നെ ഞാൻ ചെയ്തത് എന്താണ്, ഞാൻ മാക്സിമം അതിനെ റൈഡ് ചെയ്യാൻ ശ്രമിച്ചു. കാരണം ഈ ഒരു ഏരിയയുടെ താഴെ മാർക്കറ്റ് നല്ല രീതിയിൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നല്ല രീതിയിൽ ഫോളോ ചെയ്യുമെന്ന് എനിക്ക് നല്ല രീതിയിൽ അറിയാമായിരുന്നു. കാരണം ഇത് ഞാൻ ഇന്നലെ മാർക്ക് ചെയ്ത് വെച്ച ലെവൽസ് ആയിരുന്നു. കാരണം ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയിലാണ്. അപ്പോൾ ഈ ഒരു ഏരിയ 2 ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ സൈഡിലോട്ട് പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം ഈ ഒരു ലെവൽ മാർക്കറ്റ് ടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചത് ഈ ഒരു ലെവലിലോട്ടും പിന്നെ ഈ ഒരു ലെവലിലോട്ടും മാർക്കറ്റ് എത്തുമെന്നാണ്. പക്ഷേ ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ റിവേഴ്സായി. ഞാൻ ആദ്യം നോക്കിയത് ഇവിടെ ഏതെങ്കിലും ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് താഴോട്ട് പുഷ് ചെയ്യുന്നത് നോക്കി. പക്ഷേ മാർക്കറ്റ് അങ്ങോട്ട് പുഷ് ചെയ്തില്ല. മാർക്കറ്റ് ഡയറക്റ്റ് ഈ ഒരു എൻട്രിയിലോട്ട് പോയി. അപ്പോൾ ഇവിടെ മാർക്കറ്റ് ക്ലോസിങ് തന്നപ്പോഴത്തേന് ഞാൻ വിചാരിച്ചു മാർക്കറ്റ് ഈ ഒരു ലെവലിലോട്ട് ടേക്ക് ചെയ്യാനും പിന്നെ അറ്റ് ദ എൻഡായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഞാൻ ആ ലെവൽ മാർക്ക് ചെയ്തില്ലായിരുന്നു. ഇതിന് മുകളിലൊരു നല്ല ലെവലുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയിലോട്ട് പോകാനായിരിക്കും എന്നാണ് ഞാൻ നോക്കിയത്. പക്ഷേ മാർക്കറ്റ് അവിടെ നിന്ന് നല്ല സഡൻ ആയിട്ടൊരു ഷാർപ്പ് വന്നു. കാരണം എന്താണ്, ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് എൻ്ററായ ആൾക്കാരുടെ മൊത്തവും ലിക്വിഡിറ്റി എടുത്തുകൊണ്ട് മാർക്കറ്റ് താഴോട്ട് പുഷ് വന്നു അല്ലേ? അപ്പോൾ ഇവിടെ വെച്ചിരുന്നവരുടെ എല്ലാം SL മേടിച്ചു അല്ലേ? ഇവിടെ എല്ലാം ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് എൻട്രി ആയവരുടെ എല്ലാം സ്റ്റോപ്പ് ലോസ് ഇവിടെ മാർക്കറ്റ് നല്ല രീതിയിൽ അടുപ്പിച്ച് വന്നു. എന്നിട്ട് എന്ത് ചെയ്തു, മാർക്കറ്റ് പിന്നെ ഒരു സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് മുകളിലോട്ട് പുഷ് ചെയ്യാൻ നോക്കി. പിന്നെന്താണ്, അവിടെ നിന്ന് നമുക്ക് സെൻറ്റിമെൻറ്റ്സ് നോക്കി. നമ്മളിവിടെ സ്ട്രക്ചർ മാപ്പ് ചെയ്യുന്ന സമയത്ത് സ്ട്രക്ചർ പിന്നെയും ഷിഫ്റ്റായിട്ട് സ്ട്രക്ചർ താഴോട്ട് തന്നെ ആയിരുന്നു. അപ്പോൾ ഇതിനും താഴെ മാർക്കറ്റ് ക്ലോസ് ആയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇനിയും താഴോട്ടുള്ള പുഷാണ്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക്
ഞാൻ ആ എൻട്രി കാണിച്ചു തരാം എവിടെയാണ് നമ്മൾ എക്സാക്ട്ലി കിട്ടിയെന്ന്. അപ്പം നമുക്ക് ആ ഒരു ഏരിയയിലോട്ട് നല്ലൊരു എൻട്രി നമുക്ക് പ്ലേസ് ആയിട്ട് കിട്ടി. നമുക്ക് ഈ ഒരു ഏരിയയിലാണ് നമുക്കൊരു നല്ല എൻട്രി നമുക്ക് പ്ലേസ് ആയിട്ട് കിട്ടിയത്. ഒരു പ്രീമിയം, ഈ ഒരു ഏരിയയുടെ പ്രീമിയം ഡിസ്കൗണ്ട് എടുത്തിട്ട് നമുക്കൊരു ഡിസ്കൗണ്ട് ഏരിയയിലോട്ട് മാർക്കറ്റ് വന്നപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഒരു 180 പോയിൻറ്റ്സ് ടാർഗറ്റ് വെച്ചിട്ട് 78 പോയിൻറ്റ്സ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്ക് നല്ലൊരു ടാർഗറ്റ് നമുക്ക് കിട്ടിയത്. ഇവിടം വരെയല്ല സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്, ഏകദേശം ഇവിടം വരെ സ്റ്റോപ്പ് ലോസ് ഞാൻ വെക്കത്തുള്ളൂ, ഏകദേശം 40 പോയിൻറ്റ്സ്. കാരണം മാർക്കറ്റ് ആ ഒരു ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ആ ഗ്യാപ്പിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ വ്യൂ ചേഞ്ച് ചെയ്യും. പക്ഷേ നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ 76 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് വെച്ച് നമുക്ക് നല്ലൊരു ടാർഗറ്റും കിട്ടി. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ അനാലിസിസ്. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ബൈ ഗൈസ്.